ശ്രീമന്നാരായണ. ശ്രീമദ് വാൽമീകി രാമായണം കഥ മാത്രം പറയണു. അയോധ്യാകാന്ഡം രണ്ടാമത്തെ കാണ്ഡം, അതിൽ ആറാമത്തെ ഭാഗമായിട്ട് നമ്മൾ പറയണു. വാൽമീകി രാമായണം ഇതിഹാസം 24,000 ഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ ശ്ലോകങ്ങളുണ്ട്. അതിൽ രണ്ടാമത്തെ കാണ്ഡം അയോധ്യാകാന്ഡം, അതിൽ 7 സർഗം നമ്മൾ പറഞ്ഞു. 8ാമത്തെ സർഗം മുതൽ പറയണം. കൈകേയിയോട് മന്ധര ശ്രീരാമൻ്റെ പട്ടാഭിഷേകം നാളെയാണ് എന്ന് പറഞ്ഞപ്പോൾ കൈകേയി മന്ധരയ്ക്ക് അതിവിശിഷ്ടമായിട്ടുള്ള ഒരു മാലയെ സമ്മാനദാനം ആയിട്ട് കൊടുത്തു. ഇനി എന്താ വേണ്ടത് വെച്ചാൽ ചോദിച്ചോളൂ എന്നും പറഞ്ഞു. അപ്പോൾ കിട്ടിയതായിട്ടുള്ള ആഭരണത്തെ മന്ധര വലിച്ചെറിഞ്ഞു. എന്നിട്ട് കോപിച്ച് മന്ധര കൈകേയിയോട് വെറുപ്പ് കാണിച്ചു എന്നാണ്. സ്വതേ വളരെയധികം സ്നേഹമാണ് ആ സാധ്യയായിട്ടുള്ള ഈ കൈകേയിയോട് മന്ധരയ്ക്കുള്ളത്. വീണ്ടും പറയണു, കൈകേയി എന്നുള്ളത് നിന്ദ്യമായിട്ടുള്ളൊരു കഥാപാത്രമല്ല. അത് നമുക്ക് രാമായണത്തെ വേണ്ട രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കാത്തത് കൊണ്ട് നമ്മൾ നമ്മുടേതായിട്ടുള്ള ആ വീക്ഷണകോണിൽ നോക്കൊണ്ട് മാത്രമാണ്. നമ്മൾ ഈ സിനിമയിൽ ചില വില്ലനെ നേരിട്ട് കാണുമ്പോൾ അയാൾ ജീവിക്കുന്നത് വളരെ നല്ല സാത്വിക ഭാവത്തിലാവും. അപ്പോൾ അയാളുടെ സിനിമയിലെ റോള് വില്ലനാവും. അത് നന്നായിട്ട് അഭിനയിച്ച് കാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ നായകനെ വധിക്കുക അല്ലെങ്കിൽ അത്രത്തോളമൊക്കെ ചെയ്തു എന്ന് കൂട്ടുക, അല്ലെങ്കിൽ നായികയെ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആ കഥാപാത്രത്തിനോട് കുറച്ചൊരു നീരസം നമുക്കുണ്ടാവും. അത് നമ്മൾ ഈ നേരിട്ട് ആ വേഷം ചെയ്തയാളെ കാണുമ്പോൾ പ്രകടിപ്പിക്കാറില്ല. എന്ന കൂട്ടത്തിലെ കൈകേയിയെ കാണാവൂ. കൈകേയിയുടെ റോള് അതാണ്. അത് ദേവി സരസ്വതി ഇപ്രകാരത്തിൽ ലീല ആടിയപ്പോൾ അതിന് വഴങ്ങിക്കൊടുത്തു എന്ന് മാത്രം, അത്രയേ ഉള്ളൂ. ഇന്നലെ പറഞ്ഞു, രാമൻ കൈകേയിയെ ആശ്വസിപ്പിച്ചു, മുക്തി കൊടുത്തു. അമ്മ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നും അമ്മയെ ബോധ്യപ്പെടുത്തി. അപ്പോൾ അമ്മ അതുവരെ എങ്ങനെയാണോ നല്ലവളായിരുന്നത്, അതിനുശേഷം അതേ പ്രകാരത്തിൽ തന്നെ നല്ലവളായിട്ട് മാറുകയും ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. അതാണ്. അപ്പം ഇങ്ങനെ മാലയൊക്കെ വലിച്ചെറിഞ്ഞ മന്ധര പറയാണ്, ബാലിശേ, എനിക്കൊന്നും അറിയില്ല, നീ കുട്ടിയാ, നിൻ്റെ ഈ സ്ഥാനം അറിയാത്ത പോലെ ഇപ്പോൾ ഉള്ള നിൻ്റെ സന്തോഷം അത് വലിയ ദുഃഖം ആണ് ഉണ്ടാവുക എന്ന് എന്തുകൊണ്ട് നീ മനസ്സിലാക്കുന്നില്ല? ഭരതൻ രാജാവ് ആവണച്ചാലേ ഈ കൈകേയിക്ക് സുഖം കിട്ടുള്ളൂ എന്നാണ് മന്ധര പറയാൻ പുറപ്പെടുന്നത്. അപ്പോൾ രാമനെ രാജാവാക്കുമ്പോൾ നീ സുഖിക്കുകയല്ല വേണ്ടത്, സന്തോഷിക്കുകയല്ല വേണ്ടത്, ദുഃഖിക്കുകയാണ് വേണ്ടത്. അപ്പോൾ അനുശോചനം സമർപ്പിക്കാനാണ് ഞാൻ വന്നത്, അനുശോചനം അറിയിക്കാനാണ് ഞാൻ വന്നത്. അപ്പോൾ നീ സന്തോഷിക്കുന്നത് കാണുമ്പോൾ എനിക്ക് നിന്നോട് സഹതാപവും പരിഹാസവും ഒക്കെയാണ് തോന്നണത്, അനുകമ്പ തോന്നണില്ല. നിൻ്റെ ഈ ബുദ്ധി നശിച്ചത് തന്നെയാണ്. സ്വബോധമുള്ള ആരെങ്കിലും ഒരാൾ മരണത്തെ ഇഷ്ടപ്പെടുവോ എന്നാ ചോദ്യം. മരണത്തെ പോലെ ശത്രുവായിട്ട് ഈ സപത്നീപുത്രൻ്റെ അഭിവൃദ്ധിയിൽ ആനന്ദം കൊള്ളുക എന്നത് ബാലിശത്വം അല്ലാണ്ട് പിന്നെന്താ? ഇപ്പം രാജ്യത്തിന് തുല്യാവകാശമുള്ള ഭരതനെ ചൊല്ലിയാണ് രാമന് ഭയം. അതാണ് എൻ്റെ വിഷാദത്തിന് കാരണം. അതിൻ്റെ നിയമം എന്താ? രാമനും ഭരതനും തുല്യമായിട്ടാണ് അവകാശം എന്നുള്ളത്. വിവാഹ സമയത്ത് ദശരഥൻ കൈകേയിക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്, നിന്റെ പുത്രനെ എന്ന്. പക്ഷെ ഇവിടെ അന്ന് കൗസല്യയ്ക്ക് പുത്രൻ ഉണ്ടായിരുന്നില്ല എന്നതുകൊണ്ടാണ്. ഇപ്പം ആ വിഷമം തീർന്നു. ആദ്യം ഉണ്ടായത് കൗസല്യയ്ക്കാണ്.
അപ്പോൾ മൂത്ത പുത്രനാണ് രാജാവകാശം. മൂത്ത പുത്രൻ ഉണ്ടായിട്ടില്ലെങ്കിൽ എന്നാണ്. കൗസല്യയ്ക്ക് പുത്രൻ ഉണ്ടായിട്ടില്ലെങ്കിൽ, സുമിത്രയ്ക്ക് പുത്രൻ ഉണ്ടായിട്ടില്ലെങ്കിൽ കൈകേയിയുടെ പുത്രന് എന്നാണ് അവിടെ പറഞ്ഞത്. അതങ്ങനെ മുഴുവൻ പറയാറില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഇനി എന്താ ചെയ്യുക എന്നുള്ള ഒരു രീതിയിലാണ് ഈ മന്ധര വളരെയധികം ജിജ്ഞാസയോട് കൂടിയിട്ട് കൈകേയിയോട് പറയണത്. ലക്ഷ്മണൻ എല്ലാ അർത്ഥത്തിലും രാമനോടൊപ്പമാണ് നടക്കുന്നത്. ശത്രുഘ്നൻ ഭരതൻ്റെ കൂടെയാണ്. അപ്പോൾ ചെറുപ്പക്കാരായിട്ട് അല്ലെങ്കിൽ മറ്റേ വയസ്സിന് താഴെയായിട്ടുള്ള ഈ ഭരതനും അതേപോലെ ശത്രുഘ്നനും അവകാശം തുല്യമാണോ അല്ലയോ എന്നുള്ളപ്പോൾ ചർച്ചയാണ്. അത് പറ്റുണ്ടാവില്ല. പക്ഷേ എങ്കിലും ഈ വാക്ക് പ്രകാരം സ്വതേ അർഹതയുണ്ട്. അപ്പോൾ വിഘ്നനായിട്ടുള്ള ക്ഷത്രിയ ധർമ്മങ്ങളിൽ നല്ല വിവരമുള്ളതായിട്ടുള്ള, കാലത്തെ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കാൻ കഴിവുള്ളതായിട്ടുള്ള ആ രാമനിൽ നിന്റെ മകനുണ്ടാകാവുന്ന ആപത്ത് ആലോചിക്കുമ്പോൾ ഇപ്പം ഞാൻ വിഷമിക്കുന്നു. ഇതാണ് മന്ധര പറയണത്. നാളെ പൂയത്തിൻ്റെ അന്ന പ്രഭാതത്തിൽ മഹാബ്രാഹ്മണരൊക്കെ കൂടിയിട്ട് രാമനെ അഭിഷേകം ചെയ്യുന്നു യുവരാജാവായിട്ട്. അപ്പോൾ കൗസല്യാണ് ഭാഗ്യവതിയായിട്ടിരിക്കുക. ശത്രുക്കളെല്ലാം ഒടുങ്ങി എല്ലാവരാലും ആരാധിക്കപ്പെട്ട് ഈ ഭൂമിക്ക് അധിപതിയായിട്ട് കൗസല്യയുടെ മുമ്പിൽ കയ്യും കൂപ്പി, അല്ലെങ്കിൽ രാമനും കൗസല്യം നിൽക്കുന്ന സമയത്ത് തൊഴുത് വന്ദിച്ച് ഓച്ഛാനിച്ച് നിൽക്കേണ്ടി വരും നിനക്ക്. ഭരതനും അതന്നെയാ യോഗം. ഞാനും നിങ്ങളുടെയൊക്കെ ദാസിയല്ലേ, അപ്പോൾ എനിക്കും അതന്നെയാവും ഗതി. അപ്പോൾ അതുകൊണ്ട് ഈ രാമൻ്റെ ദാസനായി തീരുക എന്നത് അത്ര താല്പര്യമില്ല. രാമൻ്റെ അടുപ്പത്തിൽപ്പെട്ട എല്ലാ സ്ത്രീകളും ഭാഗ്യവതികളായിട്ട് മാറും. ഭരതന് കാലക്കേട് വരുന്ന സമയത്ത് നിന്റെ ഈ ഭരതപത്നി തോഴിമാർ അവരൊക്കെ വല്ലാതെ കണ്ട് ദുഃഖിക്കും. കാരണം രാമനോ രാമൻ്റെ ഭാര്യയോ സഹായിക്കില്ല. അതേപോലെ ഈ ഇഷ്ടമല്ലാത്തതായിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറയുന്ന ആ മന്ധരയെ നോക്കിയിട്ട് കൈകേയി കുറച്ച് പ്രൗഢ എന്ന രീതിയിൽ രാജമാതാവ് റാണി എന്ന നിലയ്ക്ക് ദശരഥൻ്റെ അതുപോലെ രാമൻ്റെ ഈ കൂട്ടത്തിൽ ചേർന്നുകൊണ്ട് അങ്ങനെ പറയുകയാണ്. മഹാരാജാവിൻ്റെ പുത്രന്മാരിൽ ജ്യേഷ്ഠനായിട്ടുള്ള രാമൻ തന്നെയാണ് ധർമ്മജ്ഞൻ, ഗുണവാൻ, അത് സംശയമില്ല. കൃതജ്ഞനാണ്, സത്യവാനാണ്. ഈ കാരണം കൊണ്ട് യുവരാജാവായിട്ട് അർഹത ഉള്ളത് കൊണ്ട് ആ രാമൻ രാജാവായിട്ട് മാറണം. രാമൻ സഹോദരങ്ങളെയോ അതല്ലെങ്കിൽ മറ്റുള്ളവരെയോ ഭൃത്യരെ എന്ന രീതിയിലൊന്നും കണക്കാക്കില്ല. അച്ഛനെ പോലെയാണ് രാമൻ സഹോദരങ്ങൾക്കുണ്ടാവുക. നീ ഒരു കൂനിയാണ്, നിൻ്റെ വിവരം അത്രയ്ക്കേ ഉള്ളൂ നിനക്ക്. അതുകൊണ്ടാണ് രാമനെ അഭിഷേകം ചെയ്യുമ്പോൾ സന്തോഷിക്കുകയാണ് വേണ്ടത്. കൈകേയി പറയാണ്, 100 വർഷം കഴിഞ്ഞിട്ട് പൈതാമഹനായിട്ടുള്ള ഈ രാജ്യം, അത് പരമ്പരയായിട്ട് ലഭിക്കുന്നതായിട്ടുള്ള ആ രാജ്യം ശ്രേഷ്ഠനായിട്ടുള്ള ഭരതനും രാമന് ശേഷം കൈവരും. അപ്പം ഭരിക്കാന്ന്. ഇവർ തമ്മിൽ ഒരു ദിവസത്തെ വ്യത്യാസമുള്ളൂ. പുണർദം കഴിഞ്ഞാൽ പൂയം, പിറ്റേ ദിവസമാണ് ഈ ഭരതൻ്റെ ജന്മം. അപ്പോൾ രാമൻ മരിച്ചതിൻ്റെ ശേഷം ഭരതൻ രാജാവാകും എന്ന് കൈകേയി പറയുമ്പോൾ മന്ധരയ്ക്ക് അത് സമ്മതമാകുമോ? എനിക്ക് ഭരതൻ എപ്രകാരം വത്സരപുത്രനായിരിക്കുന്നുവോ അതേപോലെ തന്നെ രാമനും എൻ്റെ വത്സരപുത്രനാണ്. കൗസല്യയ്ക്കൊരു പക്ഷേ രാമനേക്കാൾ കൂടുതൽ ഇഷ്ടം ഭരതനോടല്ലേ എന്ന് ഞാൻ സംശയിക്കാറുണ്ട്. അതേപോലെ രാമൻ സഹോദരങ്ങളെ, അനുജന്മാരെയൊക്കെ മുഴുവൻ രാമനെ പോലെ തന്നെ കരുതണം. അതുകൊണ്ട് ഈ രാമരാജ്യത്തിൽ ഭരതനും തുല്യമായിട്ടുള്ളൊരു സ്ഥാനം ഉണ്ടാവും. പിന്നെ ഭയക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നണില്ല എന്ന് ന്യായത്തെ പറഞ്ഞു കൈകേയി. അപ്പോൾ സരസ്വതി പ്രവേശിച്ചിട്ടില്ല. കൈകേയിയുടെ ഈ വാക്ക് കേട്ടപ്പോൾ മന്ധര കുറച്ചും കൂടി അധികം ദുഃഖിതയായി എന്ന് മാത്രമല്ല, ഈ ചില നെടുവീർപ്പിടുക അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം നിൻ്റെ ഈ മൂഢബുദ്ധി കൊണ്ട്
കണ്ണ് കെട്ടിയതായിട്ടുള്ള കാഴ്ച, യഥാർത്ഥത്തിൽ സത്യത്തെ അറിയാനുള്ള കഴിവില്ലായ്മ, ആപത്തിൻ്റെ അതേപോലെ ദുഃഖത്തിൻ്റെ കാരണങ്ങളോ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്നത് അതാണ് എന്നോ ഭാവി അറിയാതെ കണ്ട് നീ ശരിക്കും ഇപ്പം ആപത്തിലാണ് പെട്ടിരിക്കുന്നത്. രാമൻ രാജാവായിട്ട് വാഴും, രാമൻ്റെ പുത്രൻ പിന്നീട് രാജാവാവും. ഭരതൻ എന്നുള്ള ആ വംശം ഈ ദശരഥ രാജാവിൻ്റേതായിട്ട് സൂര്യവംശത്തിൽ ഉണ്ടാവില്ല. ഒരു രാജാവിൻ്റെ എല്ലാ പുത്രന്മാരും രാജാവകാശികളാവുക അങ്ങനെ പതിവില്ല. കയ്യൂക്ക് കൊണ്ടാണ് സാധാരണഗതിയിൽ ചിലപ്പോൾ അനുജനവും രാജാവായിട്ട്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പം അതുകൊണ്ട് ഈ ഭരണാധിപ സ്ഥാനം കിട്ടണമെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങളൊക്കെ ആ രീതിയിൽ വേണ്ടി വരും. നിനക്ക് വലിയ ആപത്താണ് സംഭവിക്കാൻ പോണത്, നീ എന്താ മനസ്സിലാക്കാത്തത്? അതുകൊണ്ട് ജ്യേഷ്ഠപുത്രനിലാണ് രാജ്യഭരണം രാജാക്കന്മാർ സാധാരണ സ്ഥാപിക്കാറും. നീ എന്തൊക്കെ ഗുണമുണ്ടായിട്ടും കാര്യമില്ല, ജ്യേഷ്ഠപുത്രനാണ്, രാമൻ്റെ മൂത്ത മകനാണ് ഇനി രാജാവാവുക. അപ്പം അതുകൊണ്ട് നീ അബദ്ധമാണ് ഇപ്പോൾ ചെയ്യാൻ പോണത്. നിന്റെ പുത്രൻ അനാഥനാവും, രാജപരമ്പരയിൽ നിന്നും പുറത്താവും. സുഖമെന്നത് ഇനി ചിന്തിക്കണ്ട. ഇത് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് വല്ലാത്ത വിഷമം തോന്നുന്നു. ഞാൻ പറയുന്നത് എന്താ നിനക്ക് മനസ്സിലാവാത്ത? സപത്നി ദുഃഖം എന്നൊന്നുണ്ട്, അത് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് കാണുക. അത് ഞാൻ ഇപ്പോൾ ഇതാ കാണേണ്ടത് നിനക്കൊട്ട് മനസ്സിലാവണമില്ല. ഇങ്ങനെ രാജ്യം ഒരു തരത്തിലും ഒരു പ്രതിരോധമില്ലാത്ത രീതിയിലാക്കാൻ വേണ്ടിയിട്ട് രാമൻ ഒരു പക്ഷേ ഭരതനെയും നാട് കടത്തിക്കൂടായില്ല. ഒരു പക്ഷേ വധിച്ചു എന്നും വരാം. കാരണം ഭരതന് പല യോഗ്യതകളുണ്ട്. അപ്പോൾ ഒരു പക്ഷേ കീഴ്പ്പെടുത്തിയിട്ട് വധിച്ച് രാജ്യം കൈക്കലാക്കാനും ഉറപ്പിക്കാനും ഒരു പക്ഷേ ശ്രമിക്കും. അപ്പോൾ ഭരതനെ ഒരു കുട്ടിയെ എന്ന പോലെ അമ്മാവൻ്റെ അടുത്തേക്ക് വിരുന്നിന് പറഞ്ഞയച്ചു. ആ സമയത്ത് ഇവിടെ സാന്നിധ്യം ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ ഇതൊന്നും അറിയില്ലല്ലോ. അപ്പോൾ സുഹൃത്ത് എന്ന നിലയ്ക്കാണ് ഉണ്ടാവുക. അപ്പോൾ ഏട്ടനനിയൻ സ്വതം എങ്ങനെയാണ് വേണ്ടത് വെച്ചാൽ അച്ഛൻ മകൻ പോലെയാണ് വേണ്ടത്. ഏട്ടനെ അച്ഛനായിട്ട് കാണണമെന്ന, അനുജനെ മകനായിട്ട് കാണണമെന്ന, അതൊക്കെയാണ് നിയമം. അപ്പോൾ ഇവിടെ ശത്രുസ്ഥാനത്ത് എന്ന് കണ്ടത് അതൊരു ശരിയല്ല എന്നൊരു അഭിപ്രായമാണ് കൈകേയിക്ക്. പക്ഷേ ശത്രുവാണ് എന്ന് മനസ്സിലാക്കണമെന്ന് മന്ധര. രാമൻ ലക്ഷ്മണന് എങ്ങനെയാണോ ഭരതൻ ശത്രുഘ്നനെ ആ രീതിയിലാണ് കണക്കാക്കുന്നത്, എപ്പോഴും കൂടെ ഉണ്ടാവും. അതേപോലെ ഈ വന്യവസ്തുക്കൾ കൊണ്ട് കഴിഞ്ഞു കൂടുമ്പോൾ വെട്ടിമാറ്റാൻ ഉദ്ദേശിച്ചതായിട്ടുള്ള മരം അടുത്ത് നിൽക്കുന്ന ഒരു മുൾച്ചെടിയുടെ ഒരു കൂട്ടം അത് രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കുന്ന പോലെ ഇപ്പോൾ നിനക്കൊരു പക്ഷേ ഇത് മനസ്സിലാവില്ല. എന്ത്? ഈ വെട്ടേണ്ടതായിട്ടുള്ള മരം വലിയ കള്ളിച്ചെടി ഉണ്ട്. കള്ളിച്ചെടി ഇങ്ങനെ 4 പുറം നിൽക്കുമ്പോൾ ആ കള്ളിച്ചെടിയെ മുഴുവൻ ഒഴിവാക്കിയിട്ട് വേണ്ട ഈ മരത്തിനെ വെട്ടാൻ എന്ന് വിചാരിച്ചിട്ട് മരത്തിനെ വെട്ടില്ല. അപ്പം എന്താ വിചാരിക്കുക? മരം രക്ഷപ്പെട്ടു എന്നാണ് വിചാരിക്കുക. അവിടെ എന്താ വിഷയം? ഈ കള്ളിച്ചെടിയുടെ ഉള്ളിൽ നിൽക്കുന്നതായിട്ടുള്ള ഈ മരത്തിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ സാധിക്കില്ല, കെട്ടപ്പെട്ടതാ എന്ന കൂട്ടത്തിലാണ് ഇപ്പോൾ ഭരതൻ്റെ ഒരു അവസ്ഥ. പിന്നെ ഈ കള്ളിച്ചെടികളെ വെട്ടാനോ അതിനൊന്നും ഒരു പ്രയാസവും ഇല്ല രാമന്. അതുകൊണ്ട് രാമൻ ചിലപ്പോൾ അത് ചെയ്യും. കള്ളിച്ചെടിയുടെ ഉള്ളിൽ നിൽക്കുന്നതായിട്ടുള്ള ഈ മരത്തിനെ ഭരതനെ രാമൻ ചിലപ്പോൾ വെട്ടിയെന്നും വരും. അപ്പോൾ അധികാരമുണ്ട് അവിടെ. അതുകൊണ്ട് കാണാൻ പോകുന്നതാണ്. നിനക്ക് കാണാൻ സാധിക്കണില്ല, എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് നല്ലോണം അറിഞ്ഞ് പ്രവർത്തിച്ചോളൂ. ഇതിന് ഞാൻ ചെറിയൊരു ഉപായം കണ്ടിട്ടുണ്ട്, അത് വേണമെങ്കിൽ പറഞ്ഞുതരാം. എന്താ മന്ത്രി പറയണത്? രാജകൊട്ടാരത്തിൽ നിന്ന് രാമൻ വനത്തിലേക്ക് പോകണം. അതേപോലെ പൈതൃകമായിട്ടുള്ള ഈ രാജ്യം ഭരതന് ലഭിക്കുകയും വേണം. ഇത് നിന്റെ ബന്ധുക്കൾക്കും ശ്രേയസ്സിന് കാരണമായിട്ട് തീരും. ഐശ്വര്യം കയ്യിൽ വന്നതിനെ നഷ്ടമാക്കരുത്. കാട്ടിൽ വല്ല സിംഹത്തിൻ്റെ അതല്ലെങ്കിൽ ഈ മതം പൊട്ടിയതായിട്ടുള്ള ആന അതിനോട് എതിർക്കുമ്പോൾ ഈ രാമൻ ഒരു പക്ഷേ അവിടെ മരിച്ചു എന്നും വരാം, എന്നാൽ രക്ഷപ്പെട്ടു.
അപ്പോൾ ഭരതനെ തടഞ്ഞിട്ട് എതിർത്ത് ഓടിക്കുന്നതായിട്ടുള്ള അവസ്ഥയിൽ രക്ഷിക്കേണ്ടത് ഭവതിയുടെ കൈകേയിയുടെ ഒരു കർത്തവ്യമാണ്. അതായത് നിൻ്റെ ഇപ്പോൾ ഭർത്താവുണ്ട്, മക്കളുണ്ട്, ഒരു സൗഭാഗ്യം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് ഒരുപക്ഷെ ഒരു അഹങ്കാരത്തിന് കാരണമാണ്. അതുകൊണ്ട് എന്നെ നീ നിരാകരിച്ചുവെങ്കിൽ, ഈ സപത്നി ദുഃഖത്തെ നീ വേണ്ട രീതിയിൽ ഗൗനിച്ചിട്ടില്ല എങ്കിൽ ഇത് പകപോക്കാനുള്ള അവസരമാണ്. അത് അടക്കി വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ പിന്നീട് വലിയ വിഷമങ്ങളുണ്ടാവും. ഈ ഭൂമി വളരെ പർവ്വതങ്ങളോ അങ്ങനെയുള്ള ഇതൊക്കെയാണ്. അപ്പോൾ ഇതെല്ലാം രത്നങ്ങൾ അങ്ങനെയൊക്കെ ധാരാളമുണ്ട്. അതെല്ലാം രാമൻ്റേത് സ്വന്തമായിട്ട് തീരുമ്പോൾ നിനക്ക് ഭരതന് യാതൊന്നും കൊടുക്കാൻ സാധിച്ചില്ലല്ലോ എന്ന രീതിയിൽ നിൻ്റെ ജീവിതം തന്നെ സമ്പൂർണ്ണമായിട്ട് പരാജയം ആണ് സംഭവിക്കുക. അങ്ങനെ നിനക്ക് കുറച്ച് കഴിഞ്ഞാൽ തോന്നും. ഇപ്പോൾ തോന്നില്ല എന്നേ ഉള്ളൂ. രാമൻ എപ്പോഴാണോ ഈ രാജാവാകുന്നത് തീർച്ചയായിട്ടും ആ സമയത്ത് ഭരതനെ വധിക്കുമെന്ന് തന്നെ നീ ഉറപ്പിക്കണം, നിശ്ചയിക്കണം. കാരണം സ്വന്തം മകന് രാജ്യം ലഭിക്കണമെന്ന ആഗ്രഹത്തിന് വേണ്ടിയിട്ട്, അത് നിറവേറാൻ വേണ്ടിയിട്ട് അനുജനെ വധിക്കാനും നാട് കടത്താനും ഒക്കെ സാധ്യതയുണ്ട്. ഇങ്ങനെ 8ാമത്തെ സർഗം പറഞ്ഞു വെച്ചു. ഇനി 9ാമത്തെ സർഗം തൊട്ടിട്ട് ഒരു ചെറിയ മാറ്റമുണ്ട്. അപ്പോൾ ആ മാറ്റത്തിലേക്ക് നാളെ പ്രവേശിക്കാം. സർവത്ര ശ്രീരാമനാമകീർത്തനം. ജയ ജയ രാമ രാമ നാരായണ.